ഹായ് ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് വെങ്ങൾത്താട്ടോ. വെങ്ങളം മുതൽ നമ്മൾ ചെങ്ങോട്ടുകാവ് വരെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിലുള്ള പൂക്കാട്ടൂർ, തിരുവങ്ങൂർ, ചേമഞ്ചേരി ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള വർക്കുകൾ എന്തൊക്കെ ആയി എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കനും കൂടി അമർത്തി. വെങ്ങളം ജംഗ്ഷനിൽ 2 വലിയ ഫ്ലൈ ഓവറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗർഡറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. NH66 നേരെ കോഴിക്കോട് ബൈപ്പാസിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഈ ഫ്ലൈ ഓവർ പോകുന്നത്. അപ്പോൾ കോഴിക്കോട് സിറ്റിയിലേക്ക് പോകുന്ന ആൾ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ അണ്ടർ പാസിലൂടെ തിരിഞ്ഞിട്ട് കോഴിക്കോട് ടൗണിലേക്ക് അങ്ങനെയാണ് പോവുക. നേരെ എയർപോർട്ട് കണ്ണൂർ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവർ ഫ്ലൈ ഓവർ കയറിയിട്ട് നേരെ മേലെക്കൂടെ അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങോട്ട് ചെങ്ങോട്ടുകാവ് ഈ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്ന് മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട്. കുറേ വർക്കുകളൊക്കെ കുറച്ച് വേഗതയിലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിന് മുന്നേ വന്നപ്പോൾ വലിയൊരു മാറ്റങ്ങളൊന്നും ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. ഇപ്പം വലിയ മാറ്റങ്ങൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. 2 ഭാഗത്ത് കൂടി സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർക്കിന് വേഗത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം സർവീസ് റോഡിൽ കൂടെ ഒന്നും വാഹനങ്ങൾ പോയില്ലായിരുന്നു. നിലവിലുള്ള ഹൈവേയിൽ കൂടെയായിരുന്നു വാഹനങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ ഒട്ടുമിക്ക ഭാഗങ്ങൾ കൂടിയും ഈ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പം മേഘ എന്ന് പറഞ്ഞ കമ്പനിയാണ്, കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. മലപ്പുറം റീച്ച്, അതേമാതിരി കോഴിക്കോട് ബൈപ്പാസിൻ്റെ റീച്ച്, ഇത് വടകര റീച്ചാണ്. ഈ റീച്ച് കുറച്ച് വലിയ റീച്ചാണെന്നാണ്, കുറച്ച് ദൈർഘ്യമുള്ള റീച്ചാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ഭാഗത്ത് 2024 കൂടി ഈ വർക്ക് തീരുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും കാണുന്നില്ല കേട്ടോ. അത് വളരെ സ്ലോ തന്നെയാണ് വർക്ക് ഈ ഭാഗത്തൊക്കെ ഉള്ളത് തന്നെ പറയാം. പക്ഷേ മലപ്പുറത്തൊക്കെ അതിവേഗതയിലാണ് ആ വർക്ക് നടക്കുന്നത്. നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് 2024 ഡിസംബറിൽ സർക്കാർ നാഷണൽ ഹൈവേ പറഞ്ഞ ഡേറ്റിൽ വർക്ക് തീരും എന്നുള്ളത്. ഇവിടെ അത് തീരും എന്നുള്ളത് യാതൊരു ഉറപ്പും കാണുന്നില്ല കേട്ടോ. കാരണം കുറച്ച് സ്ലോവിലാണ് വർക്ക് നടന്നു പോകുന്നത്. ഇത് തിരുവങ്ങൂർ ആ ഭാഗത്താണ്. ഇപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ഭാഗത്തും വർക്കുകളൊന്നും, ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് കേട്ടോ. ഫ്ലൈ ഓവർ പറഞ്ഞാൽ അണ്ടർ പാസ്, അതിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾ കഴിഞ്ഞ 2 മാസം മുന്നേ ഇതിൽ വന്നപ്പം ഇതിൻ്റെയൊക്കെ ആ പിയറിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും സ്ലോ തന്നെയാണെന്ന് പറയാം. വലിയ മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൂടാ. പിന്നെ ഇവിടെ ഈ നമ്മൾ കണ്ടത് ഈ റോഡ്, നമ്മൾ ആദ്യം വിചാരിച്ചു ഈ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പം നിലവിലുള്ള ആ റോഡിൻ്റെ അതേ ഹൈറ്റിലാണ് റോഡ് പോകുന്നത്. പക്ഷേ റോഡ് കുറച്ച് ഉയർന്നിട്ടാട്ടോ ഈ ഭാഗത്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ മണ്ണിട്ടിട്ട് ഒരു ഭാഗം ഉയർത്തി വരുന്നുണ്ട് ഒരു സൈഡ്. അപ്പോൾ ആ ഉയർന്ന ഭാഗത്ത് പിന്നെ അതാണ് ഇതാണ് റോഡിൻ്റെ ശരിക്കുള്ള ഹൈറ്റ്. അപ്പോൾ ഈ ഭാഗത്തും ഇതേമാതിരി ഇനി ഈ റോഡിലേക്ക് വാഹനഗതാഗതം ഈ റോഡിലേക്ക് മാറ്റിയിട്ട് ഇനി ഇവിടെയും ഈ ഭാഗത്തും മണ്ണിട്ട് പൊന്തിക്കും. സർവീസ് റോഡിൻ്റെ വർക്ക് 2 ഭാഗത്തും അതിൻ്റെ ഗ്യാപ്പ് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ വർക്ക് നടന്നിട്ടില്ല കേട്ടോ. വർക്ക് ശരിക്ക് സർവീസ് റോഡ് 2ഉം ഓപ്പൺ ചെയ്ത് കൊടുത്താലാണ്, എന്നിട്ടാണ് ഈ മലപ്പുറം ഈ ഭാഗത്തൊക്കെ ഓല റീച്ചിലൊക്കെ നല്ല അതേമാതിരത്തെ വർക്കാണ് നടക്കുന്നത്. ആദ്യം സർവീസ് റോഡാണ് ഓപ്പൺ ചെയ്യും, അത് റെഡിയാക്കും ആദ്യം തന്നെ. എന്നിട്ടാണ് ബാക്കി ഈ സെൻട്രലിൽ ഹൈവേയുടെ വർക്ക്. അപ്പോൾ വർക്ക് എടുക്കാൻ അവർക്ക് സുഖമുണ്ട്, വാഹന ഗതാഗതത്തിനും ബുദ്ധിമുട്ടില്ല. ഇത് നിലവിലുള്ള ഹൈവേ കൂടെ തന്നെ ഒരു ഭാഗം പൊന്തിച്ച് ഒരു ഭാഗം താഴ്ത്തി അങ്ങനെയൊക്കെയാണ്. സർവീസ് റോഡിട്ടാണ് നിലവിൽ ഇവിടെ ഈ ഭാഗത്തൊന്നും
കാണുന്നു പോലില്ല. ഇവിടെ മണ്ണിൻ്റെ ലഭ്യതയും ഇവിടെ കുറച്ച് ആവശ്യമായിട്ട് വരും കേട്ടോ. എത്ര ഹൈറ്റിലേക്ക് കിലോമീറ്റർ കണക്ക് ഇത്ര ഹൈറ്റിൽ മണ്ണിട്ട് പോരണമല്ലോ. അപ്പോൾ ആ മണ്ണിൻ്റെ ലഭ്യതയും അനുസരിച്ചുള്ളൊരു വിഷയം ഇവിടെ ഉണ്ട്. മണ്ണ് കിട്ടാത്ത വിഷയമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പേപ്പറിലും കാര്യങ്ങളിലൊക്കെ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി എന്താണെന്ന് അറിയില്ല. വേറെ ഇവിടെ നിന്നൊക്കെ സ്ഥലം, അതായത് ഈ മണ്ണ് എടുക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ഈ ഹൈവേ സൈഡിലൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നിന്ന് ഇവർക്ക് മണ്ണ് കിട്ടില്ല. മണ്ണ് കിട്ടുന്നത് കുറച്ച് ഉള്ളോട്ട് പോയിട്ടാണ് മണ്ണ് കിട്ടാനുള്ളത്. അങ്ങോട്ടാണെങ്കിൽ ഇവരെ ഈ വലിയ വാഹനങ്ങൾ, ടോറസ് ലോറികൾ പോകില്ല. അപ്പോൾ ഈ രാമനാട്ടുകര ബൈപ്പാസിനൊക്കെ ഇപ്പോൾ അതാ സംഭവിച്ചത്. അങ്ങനെ ചെറിയ മിനി ലോറിയിലാണ് ഇത്തരം ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവിടെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസവും നല്ലോണം കേട്ടോ. ഈ ഭാഗത്തുനിന്ന് ഒരു വർക്കും നടന്നിട്ടില്ല കേട്ടോ. ശരിക്കും ആ സ്ഥലം ഏറ്റെടുത്ത് അതുപോലെ അവിടെ കിടക്കുകയാണ്. ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. ഇനി വരേക്കും വർക്കൊക്കെ ഇങ്ങോട്ട് നീണ്ടു വരേക്കും. 1.5 കൊല്ലം കഴിഞ്ഞല്ലോ. ഒരു വേഗത വളരെ കുറവാണെന്ന് തന്നെ പറയാം. ചെങ്ങോട്ടുകാവ് വരെയുള്ള, വെങ്ങലിൽ നിന്ന് ചെങ്ങോട്ടുകാവ് വരെയുള്ള വർക്ക് വളരെ സ്ലോ തന്നെയാണ്. ചെങ്ങോട്ടുകാവ് നിന്ന് പിന്നെ അങ്ങോട്ടേ കൊയിലാണ്ടി ഒരു ബൈപ്പാസാണ് കൊടുക്കുന്നത്. അത് കൊല്ലം കൊയിലാണ്ടി ഒഴിവാക്കിക്കൊണ്ട് ഒരു ബൈപ്പാസ് കടന്നു പോകുന്നുണ്ട്, 11 കിലോമീറ്റർ. ഏതായാലും നല്ല കാര്യമാണ്. ആ ബൈപ്പാസ് വരികയാണെങ്കിൽ, മുഴുവനാകുകയാണെങ്കിൽ വളരെ ഗതാഗത കുരുക്കുണ്ടല്ലോ കൊയിലാണ്ടിയിലെ കൊല്ലത്തൊക്കെ. അതൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് പ്രയാസമറിയോ കൊല്ലം കൊയിലാണ്ടി ആ ഭാഗത്തൊക്കെ കൂടി കടന്നു പോകണമെങ്കിൽ. പ്രത്യേകിച്ച് വൈകുന്നേരം സമയങ്ങളിലൊക്കെ നല്ല തിരക്കുള്ള ഏരിയകൾ തന്നെയാണ്. ഇവിടെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള ഹൈവേ കൂടെയാണ്. 2 ഭാഗത്തുണ്ട് കേട്ടോ. 2 ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് നിലവിലുള്ള ഹൈവേ കൂടെയാണ് റോഡ് പോകുന്നത്. ഇവിടെ മാത്രമേ കേട്ടോ ഇങ്ങനത്തെ വർക്ക് കണ്ടിട്ടുള്ളൂ. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഈ സർവീസ് റോഡ് ആദ്യം ഉണ്ടാക്കിയിട്ട് അതിലെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് സെൻട്രലിൽ ഹൈവേൻ്റെ വർക്കാണ് നടത്തുന്നത്. ഇവിടെ നേരെ മറിച്ചാണ്. ഓരോ കൺസ്ട്രക്ഷൻ കമ്പനിൻ്റെ തീരുമാനപ്രകാരമായിരിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങനെയാണ് പോന്നിട്ട് ഇവിടെ ഈ ചേമഞ്ചേരി ഈ ഭാഗത്ത് എത്താൻ നേരത്ത് റെയിൽ ലെഫ്റ്റ് സൈഡിൽ റെയിൽ പാത കടന്നു പോകുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഒരു ട്രെയിനൊക്കെ വളരെ മനോഹരമുള്ള സ്ഥലമാണ്. ഹൈവേൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു ട്രെയിന് ഇങ്ങനെ കടന്നു പോവുക എന്ന് പറയുന്നത്. ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ വണ്ടിക്കൊപ്പം നമുക്കിങ്ങനെ വാഹനം ഓടിച്ചു പോകാം ഈ ഭാഗത്ത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ. ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഞാൻ കയറിയിട്ടില്ല, പക്ഷേ ട്രെയിനിന് പോകുമ്പോൾ ഞാൻ ആ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ കയറാനൊന്നും കഴിഞ്ഞിട്ടില്ല. ചെറിയ ഒരു റെയിൽവേ സ്റ്റേഷൻ. ലോക്കൽ ട്രെയിനുകളൊക്കെ അവിടെ നിർത്താൻ മതിയാവും. ഇനി നമ്മൾ പോകുന്നത് ചെങ്ങോട്ടുകാവ് ആ ഭാഗത്തേക്കാട്ടോ. ഇവിടെ ചെറിയൊരു അലൈൻമെൻ്റ് ഉണ്ട്. റൈറ്റ് സൈഡിലാണ് കൂടുതൽ സ്ഥലം ഏറ്റെടുത്തത്. ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ റെയിൽവേൻ്റെ സ്ഥലം ആയതുകൊണ്ടായിരിക്കും റൈറ്റ് സൈഡ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ചെങ്ങോട്ടുകാവിലേക്ക്. ചെങ്ങോട്ടുകാവ് ആ ടൗൺ ഒഴിവായി കേട്ടോ. ടൗൺ ഒഴിവായിട്ട് ലെഫ്റ്റ് സൈഡ് കൂടെയാണ് റോഡ് അലൈൻമെൻറ്റ് പോയത്. എന്നിട്ട് നേരെ ചെങ്ങോട്ടുകാവ് കഴിഞ്ഞു നേരെ അങ്ങോട്ട് കൊയിലാണ്ടി ബൈപ്പാസ്, അവിടെ നിന്നാണ് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത്. ഇപ്പം ഇവിടുന്ന് ചെറിയ അലൈൻമെൻറ്റ് ചെറിയൊരു മാറ്റം വന്നോണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ചെങ്ങോട്ടുകാവിലെ ആ ഭാഗത്തേക്ക് പിന്നെ പോവാട്ടോ. ചെറിയൊരു മാറ്റം ഇവിടെ വന്ന് ചെങ്ങോട്ടുകാവ് ടൗണിൽ എത്തുമ്പോഴും അതേമാതിരി തന്നെ ചെങ്ങോട്ടുകാവ് ചെറിയൊരു വളവാണല്ലോ. ആ വളവും ഒഴിവായിട്ട് നേരെ അവിടെയും അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയിട്ട് ലെഫ്റ്റ് സൈഡ് കൂട്ടിയെടുത്തിട്ടാണ് ആ ഭാഗത്തും കടന്നു പോകുന്നത്. അപ്പോൾ NH 66 വർക്ക് ബോംബെയിലെ പനവേലിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന 1656 കിലോമീറ്റർ, അതാണ് എൻ്റെ ദൈർഘ്യം. അപ്പം അതിൻ്റെ വർക്കുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇനി വർക്ക് പെൻഡിങ് ഉള്ള സ്ഥലം ഗോവയും കേരളവും മാത്രമാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര ഈ ഭാഗങ്ങളിലൊക്കെ ഈ NH 66 വർക്ക് ആദ്യം തീർന്നതാണ്. അവിടെയൊക്കെ 60 മീറ്ററിലാണ് സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ വർക്ക് കഴിഞ്ഞത്. നമ്മുടെ ഇവിടെയും കേരളത്തിലും ഗോവയിലും 45 മീറ്ററിലാണ് സ്ഥലം ഏറ്റെടുപ്പ് നടന്നത്. അതായത് നമ്മളെ ഈ ജനസാന്ദ്രതയും പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ സ്ഥലത്തിൻ്റെ വിലയുടെ ഒക്കെ
താരതമ്യം വെച്ചിട്ടായിരിക്കും 45 മീറ്ററിൽ സ്ഥലം ഒതുങ്ങിപ്പോയത്. അപ്പോൾ ഈ 45 മീറ്റർ റോഡാട്ടോ, അതിലൊരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 സർവീസ് റോഡ്, പിന്നെ ബാക്കി ഹൈവേ. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും ഇല്ല. അപ്പോൾ ശരിക്കും ഈ സർവീസ് റോഡിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും നിർത്താൻ സ്ഥലമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അങ്ങനെയാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെങ്ങോട്ടുകാവിൻ്റെ അവിടുന്ന് ചെറിയൊരു അലൈൻമെൻറ്റ് ഈ ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. ചെങ്ങോട്ടുകാവ് ടൗണിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആ ടൗൺ ഒഴിവാക്കിയിട്ട് നേരെ അങ്ങോട്ട് പോകാട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേമാതിരി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നല്ല വീഡിയോകളായിട്ട് നമ്മൾ വരും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി പിന്നെ കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത്. ഈ ഭാഗത്തു നിന്ന് അതുകൊണ്ടോ ഈ ഫ്ലൈ ഓവർ ഇവിടെ ഈ ഇത് കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ടാണ് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.